വെൽക്കം ടു ദ ബയോളജി ബ്രീഫ് ചാനൽ. SSLC ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററായ ജെനറ്റിക്സ് ഓഫ് ലൈഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ക്ലാസ്സാണ്. പഴയ വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ട് ആ കൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് കൊടുക്കുക. മുന്നോട്ട് പോകാം. 1866 നേരത്തെ ആ വർഷം പഠിച്ചു കഴിഞ്ഞു. 1866 ഗ്രിഗർ മെന്റൽ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഘടകങ്ങൾക്ക് എന്താണോ അതിന് അദ്ദേഹം കൊടുത്ത പേര് ഫാക്ടർ എന്നായിരുന്നു. എന്നാൽ മെന്റലിന്റെ കണ്ടുപിടുത്തങ്ങൾ അന്ന് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. തുടർന്ന് 1900 ആയപ്പോഴത്തേക്ക് 3 സയന്റിസ്റ്റുമാർ, നിങ്ങൾക്കറിയാം, ഹ്യൂഗോ ഡീവ്രിസ്, കാൾ കോറൻസ്, എറിക് ഷെർമാക്, ഈ 3 പേരും വീണ്ടും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് വ്യത്യസ്ത മെറ്റീരിയലുകളിൽ ഗ്രിഗർ മെന്റൽ പറഞ്ഞ അതേ കൺക്ലൂഷനിൽ എത്തിച്ചേർന്ന് നമ്മളതിനെ റീഡിസ്കവറി ഓഫ് മെന്റലിസം എന്ന് പറയും. അന്ന് തൊട്ടാണ് ജെനറ്റിക്സ് ഒരു ബ്രാഞ്ചായിട്ട് മുന്നോട്ട് വളർന്നു വന്നത്. ഇനി ഫാക്ടേഴ്സിനെ 1902 ആയപ്പോഴത്തേക്ക്, 1900 ശേഷം ജെനറ്റിക്സിൽ ഒരുപാട് പഠനങ്ങൾ നടന്നു. 1902 നടന്ന ആദ്യ പഠനത്തിൽ കൂടി ഫാക്ടറിന് ജീൻ എന്നുള്ള പേര് കൊടുത്തു. അന്നത്തെ 2 സയന്റിസ്റ്റുമാർ, സട്ടൺ ആൻഡ് ബോവേരി, 2 സയന്റിസ്റ്റുമാർ, അവർ ഒരു കൺസെപ്റ്റ് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ജെനറ്റിക്സിലെ. എന്താണത്? ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോംസ് ഓർ ക്രോമസോംസ് ആർ ദ സൈറ്റ്സ് ഓഫ് ജീൻസ് എന്ന് പറഞ്ഞ് ആ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞ പേര് ക്രോമസോം തിയറി ഓഫ് ഹെറിഡിറ്റി എന്നാണ്. അപ്പൊ ഗ്രിഗർ മെന്റൽ പറഞ്ഞു വെച്ച ഫാക്ടറിന് ജീൻ എന്നുള്ള പേര് വരുന്നു. അതിനുശേഷം ആ ജീൻസ് ഇരിക്കുന്നത് ക്രോമസോമിലാണെന്ന് പറഞ്ഞു. എന്താണ് ക്രോമസോം എന്ന് പറയുന്നത്? നമുക്കറിയാം, ന്യൂക്ലിയസിനകത്ത് ക്രൊമാറ്റിൻ മെറ്റീരിയൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലമായി കാണും. നമ്മൾ സൈറ്റോളജിയിൽ പഠിച്ചതാണ്. അപ്പോൾ ജനറ്റിക് മെറ്റീരിയലിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലമായിട്ട്, ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം സെൽ ഡിവിഷൻ സമയമാകുമ്പോഴത്തേക്ക്, നമുക്കറിയാം 2 തരം സെൽ ഡിവിഷൻസ് ഉണ്ട്, മൈറ്റോസിസും മിയോസിസും. സെൽ ഡിവിഷൻ സമയത്ത് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസേഷന് വിധേയമായിട്ട് തിക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും. ആ തിക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പേരാണ് ക്രോമസോംസ്. ഇനി ഒരു ഹാപ്ലോയിഡ് സെല്ലാണെങ്കിൽ ക്രോമസോംസ് ഒറ്റക്കെട്ടിൽ കാണും, ഓരോന്ന് വെച്ചായിരിക്കും കാണുക. ഹാപ്ലോയിഡ് സെല്ലിന് എക്സാമ്പിൾ ഗ്യാമേറ്റുകൾ പറയാം നമുക്ക്. ഇനി ഒരു ഡിപ്ലോയിഡ് സെല്ലാണ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ ക്രോമസോമുകൾ പേഴ്സ് ആയിട്ടാണ് കാണും. ഈ പേറുകളെ നമ്മൾ പറഞ്ഞ പേരാണ് ഹോമോലോഗസ് ക്രോമസോംസ്. ക്ലിയർ ആയോ? ഹോമോലോഗസ് ക്രോമസോംസ്. ഇനി നമ്മൾ ഹോമോലോഗസ് ക്രോമസോംസിലേക്ക് വരുന്നു. എന്താണ് ഹോമോലോഗസ് ക്രോമസോംസ്? ഈ ചിത്രം നോക്കൂ. ഒരേ മോർഫോളജിയുള്ള 2 ക്രോമസോമുകൾ. ഇവ മിയോസിസ് സമയത്ത് പെയറിങ്ങിന് വിധേയമാകും. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോമുകളുടെ പെയറിങ് നടക്കുന്ന ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഹോമോലോഗസ് ക്രോമസോമിന്റെ പ്രത്യേകത, ഗ്രിഗർ മെന്റൽ പറഞ്ഞ പോലെ ടോൾനെസ്, ജീൻ ഫോർ ടോൾനെസ്, ക്യാപിറ്റൽ ടി. ഇവിടെ ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഇവിടെയും ക്യാപിറ്റൽ ടി ആയിരിക്കും. അതായത് ഈ ഹോമോലോഗസ് ക്രോമസോമിന്റെ ഒരു പ്രത്യേകത, അവയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ മോർഫോളജി സെയിം ആയിരിക്കുന്നത് മാത്രമല്ല, അവയിലെ ജീൻ സ്ട്രക്ചർ, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി എന്നല്ല, ഇവിടെ ടോൾനെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ ഉണ്ടെങ്കിൽ ഇവിടെയും പ്ലാന്റിന്റെ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ആയിരിക്കും, ഇവിടെ ചിലപ്പോൾ ക്യാപിറ്റൽ ടി തന്നെ വന്നുകൊള്ളണമെന്നില്ല. സംടൈംസ് ഹിയർ ഇറ്റ് ഈസ് സ്മോൾ ടി. എന്ത് അലീലായാലും ഈ സ്ഥലങ്ങളിൽ, ഈ ഒരേ സ്ഥലത്ത്, ഹോമോലോഗസ് ക്രോമസോമിന്റെ ഒരേ സ്ഥലത്ത് കാണുന്ന ആ അലീലുകൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഗ്രിഗർ മെന്റൽ പറഞ്ഞത് ഈച്ച് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ഫാക്ടേഴ്സ്. അദ്ദേഹം പറയും ഈ പെയർ ഓഫ് ഫാക്ടേഴ്സും ഹോമോലോഗസ് ക്രോമസോമും നമുക്ക് പാരലലാണെന്ന് ഇപ്പം മനസ്സിലാക്കാം. ഇനി ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ ഹോമോലോഗസ് ക്രോമസോമുകൾ സെൽ ഡിവിഷന്റെ ഭാഗമായിട്ട് ഇവയ്ക്ക് സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നു. നമുക്കറിയാം, ഈ ക്രോമസോമുകളെ ഘടിപ്പിക്കുന്ന ഈ സാധനം നമ്മൾ സെൻട്രോമിയർ എന്ന് വിളിക്കും. സെൻട്രോമിയർ. ഇനി ഇത് നമ്മൾ ക്രൊമാറ്റിഡ് എന്ന് പറയും. ക്രൊമാറ്റിഡ്. അപ്പോൾ ക്രോമസോമിന്റെ ആമുകളെ ക്രൊമാറ്റിഡ് എന്നും ആ ആമുകളെ കണക്ട് ചെയ്യുന്ന സെന്ററിനെ സെൻട്രോമിയർ എന്നും പറയും. ഇനി സെൽ ഡിവിഷന്റെ ഭാഗമായിട്ട് ഈ ക്രൊമാറ്റിഡുകൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്ലിറ്റിങ്ങിന് വിധേയമാകും. അങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്ലിറ്റിംഗ് വിധേയമായിട്ട് ക്രൊമാറ്റിഡുകളായി മാറും. 2 ക്രൊമാറ്റിഡുകളായിട്ട് അവ മാറും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ടി ആണെന്ന് നേരത്തെ പറഞ്ഞു, ഇവിടെയും ക്യാപിറ്റൽ ടി തന്നെ ആയിരിക്കും. ഇവിടെ സ്മോൾ ടി ആണെങ്കിൽ ഇവിടെയും സ്മോൾ ടി ആയിരിക്കും.
എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ക്രൊമാറ്റിഡുകളെ നമ്മൾ പറയുന്ന പേര് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്നാണ്. സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്, കാരണം അവയുടെ ജീൻ സ്ട്രക്ചർ സെയിം ആയിരിക്കും, ഒരേ ജീൻ സ്ട്രക്ചറുള്ള രണ്ട് ക്രൊമാറ്റിഡുകൾ. എന്നാൽ ഈ ക്രൊമാറ്റിഡ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. ഇവിടെ ആണെങ്കിൽ ക്യാപിറ്റൽ ടി ആണ്, ഇവിടെ സ്മോൾ ടി ആണ്. ഇവ രണ്ടിൻ്റെയും സ്ട്രക്ചർ സെയിം അല്ല. നമ്മൾ ഇവയാണ് നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് വിളിക്കുക. നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്, അതായത് ഒരു ഹോമോലോഗസ് പെയറിലുള്ള രണ്ട് ക്രോമസോമുകളുടെ ഈ ക്രൊമാറ്റിഡുകളെയാണ് നമ്മൾ നോൺ സിസ്റ്റർ. ഇവിടെ ജീൻ ഘടന വ്യത്യാസമുണ്ട്, ഇവിടെ ക്യാപിറ്റൽ ടി ആണ്, ഇവിടെ സ്മോൾ ടി ആയിരിക്കും. അപ്പോൾ സിസ്റ്റർ ക്രൊമാറ്റിഡ്സും നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വീണ്ടും ഇതിൻ്റെ ആവശ്യകതയുണ്ട്. ഇനി ഹോമോലോഗസ് ക്രോമോസോം നമുക്കറിയാം. ഹ്യൂമൻസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസമാണ്. നമ്മളെല്ലാവരും ഡിപ്ലോയിഡ് ഓർഗാനിസമാണ്. അപ്പം നമ്മളിൽ എന്തായാലും രണ്ട് പെയറായിട്ട് ക്രോമസോംസ് കാണുമെന്ന് അറിയാം. ഇപ്പൊ ഹ്യൂമൻ ബീങ്ങിൽ കാണുന്ന ക്രോമസോമുകൾ നിങ്ങൾക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് സൊമാറ്റിക് ക്രോമസോംസ്, വേറൊന്ന് സെക്സ് ക്രോമസോംസ്. സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ അവ സാധാ വെജിറ്റേറ്റീവ് ഓർ നോൺ സെക്ച്വൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നവയായിരിക്കും. നമ്മൾ അവയ്ക്ക് വേറൊരു പേര് പറയും, ഓട്ടോസോംസ് എന്നും അവയെ വിളിക്കും, ഓട്ടോസോംസ്. ഇനി സെക്സ് ക്രോമസോംസ്, വേറെ സെക്സ് ക്രോമസോംസ് ആയിരിക്കും. ഈ സെക്സ് ക്രോമസോമിന്റെ പ്രത്യേകത അവ സെക്ച്വൽ ക്യാരക്ടേഴ്സ്, റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളായിരിക്കും ഈ ക്രോമസോമുകളിൽ കാണുക. ഇവയുടെ എണ്ണം കുറവായിരിക്കും. സൊമാറ്റിക് ഓട്ടോസോംസിനെ സംബന്ധിച്ച് സെക്സ് ക്രോമസോംസിന്റെ എണ്ണം കുറവായിരിക്കും. ഇവയ്ക്ക് വേറൊരു പേരാണ് ആലോസോംസ് എന്ന് നമ്മൾ ഇവയെ പറയും. ആലോസോംസ്, ഓട്ടോസോംസ്. ഇത് ഓട്ടോസോംസ്, ഇത് ആലോസോംസ്. ഇത് നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിലേക്ക് വരാം. നോക്കൂ, ഹ്യൂമൻ ബീയിങ്ങിൽ ക്രോമസോമിന്റെ ഘടന ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇവിടെ നോക്കൂ, എല്ലാം ഹോമോലോഗസ് പെയർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ക്രോമസോം നമ്പർ 1, ക്രോമസോം നമ്പർ 2, ഏത് ക്രോമസോം ആയാലും ഇവയെല്ലാം പെയറായിട്ട്, ഹോമോലോഗസ് പെയറായിട്ട് കാണിച്ചിരിക്കും. ഇവയെല്ലാം സൊമാറ്റിക് ക്രോമസോംസ് അഥവാ ഓട്ടോസോംസ് ആണ്. ഇവയെല്ലാം സൊമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോസോംസ് ആണ്. ഇവയെല്ലാം തന്നെ നമ്മുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവയെല്ലാം പെയറാണ്. ഒന്നാമത്തെ, അപ്പോൾ 1 മുതൽ 22 പെയർ വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഓട്ടോസോംസ് മൊത്തത്തിൽ 44 എന്ന് പറയാം. 44. മനസ്സിലായോ? നോക്കൂ, വലിപ്പത്തിന്റെ ഡിക്രീസിങ് ഓർഡർ. ഒന്നാമത്തെ നമ്പർ 1 എന്ന് പറഞ്ഞ ക്രോമസോം വലിപ്പം കൂടുതലാണ്, നമ്പർ 22 വലിപ്പം കുറവാണ്. അപ്പോൾ വലിപ്പം കൂടിയത് തൊട്ട് വലിപ്പം കുറഞ്ഞവരെ ആ ഓർഡറിലാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇവയെല്ലാം പെയറാണ്. അപ്പോൾ 22 പെയർ എന്ന് പറയുമ്പോൾ 44 ക്രോമസോംസ് ആയി. ഇനി ഇവയുടെ എണ്ണവും കൂടുതലാണ്. നോക്കൂ, ഇവിടെ സെക്സ് ക്രോമസോംസിനെ കാണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിവയെ ആലോസോംസ് എന്ന് വിളിക്കും. ആലോസോംസ് എന്താ പ്രത്യേകത? സെക്സ് ക്രോമസോംസ് 2 തരമാണ് കാണുക, എക്സ് അല്ലെങ്കിൽ വൈ. രണ്ട് ടൈപ്പ് സെക്സ് ക്രോമസോംസ് ആണുള്ളത്, എക്സും വൈയും. ഇവിടെ നോക്കൂ, ഇവിടെ ഇത് എക്സും ഇത് ചെറുത്, വലുത് എക്സും ചെറുത് വൈയുമാണ്. ഇവിടെ രണ്ടും എക്സ് ക്രോമസോമാണ്. എന്ന് പറഞ്ഞാൽ സെക്സ് ക്രോമസോമുകളുടെ എണ്ണം എക്സ് ആയാലും വൈ ആയാലും രണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഹൗ മെനി ക്രോമസോംസ് ഡു ഹ്യൂമൻസ് ഹാവ് എന്നുള്ള ഉത്തരം 44 + 2 46 ക്രോമസോംസ് നമ്മൾ പറയും. ഓർ 46 ക്രോമസോംസ് ഓർ 23 പെയേഴ്സ് എന്ന് പറയും. ഈ 23 പെയേഴ്സിൽ 22 പെയേഴ്സ് ഓട്ടോസോംസ് ആയിരിക്കും, 2 പെയേഴ്സ് ആലോസോംസ് ആയിരിക്കും. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഇൻഡിക്കേറ്ററിൽ കുറെ ചോദ്യങ്ങൾ പറയുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ്? സൊമാറ്റിക് ക്രോമസോംസ് ഓർ ഓട്ടോസോംസ്, സെക്സ് ക്രോമസോംസ് ഓർ ആലോസോംസ്. ഇനി ഹോമോലോഗസ് ക്രോമസോംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ ഒരേ മോർഫോളജിയും ഒരേ ജീൻ സ്ട്രക്ചറുമുള്ള പെയറുകളെ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോംസ്. ഇനി സെക്സ് ക്രോമസോമും ഇതേപോലെ ഹോമോലോഗസ് പെയർ ആയിട്ടാണ് സെക്സ് ക്രോമസോമും കാണുക. ചിലപ്പോൾ എക്സും പെയർ ചെയ്യും, അല്ലെങ്കിൽ എക്സും വൈയും പെയർ ചെയ്യും. ഇനി സൊമാറ്റിക് ക്രോമസോംസ് ആൻഡ് ദെയർ ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സൊമാറ്റിക് ക്രോമസോംസ് നമ്മൾ പറഞ്ഞു, അവ നമ്പറിൽ കൂടുതലായിരിക്കും, ലാർജ് സൈസ് ആയിരിക്കും. ഇവ കൺട്രോൾ ചെയ്യുന്ന എന്തായിരിക്കും? വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്യാരക്ടേഴ്സ്. സെക്ച്വൽ റീപ്രൊഡക്ഷനായിട്ട് ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ അടുത്ത ഇൻഡിക്കേറ്റർ സെക്സ് ക്രോമസോംസ് ആൻഡ് ദെയർ ഫംഗ്ഷൻ. സെക്സ് ക്രോമസോമിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്പർ കുറവായിരിക്കും കമ്പയർഡ് ടു ഓട്ടോസോംസ്. 2 സാധാരണ ഹ്യൂമൻ ബീങ്ങിൽ കാണുന്ന സെക്സ് ക്രോമസോമുകളുടെ എണ്ണം 2. ചിലപ്പോൾ എക്സും വൈയും കാണും, അല്ലെങ്കിൽ എക്സും കാണും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. നിങ്ങളൊരു ടേബിൾ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും കാണുന്ന ഓർഗാനിസത്തിന്റെ ക്രോമസോം നമ്പർ കാണിച്ചുകൊണ്ട് ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇവിടെ കുറെ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഞാനിതാ
കുറേ ഡിപ്ലോയ്ഡ് ഓർഗാനിസത്തിന് ക്രോമസോം നമ്പർ ഇവിടെ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ വേറെ ഓർഗാനിസത്തിന് ഉൾപ്പെടുത്തി ചാർട്ട് വരച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ ഷോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്റ്റഡി റൂമിലൊക്കെ പേസ്റ്റ് ചെയ്യാം. നോക്കൂ, ഇൻക്രീസിങ് ക്രോമസോം നമ്പറിന് ഇൻക്രീസിങ് ഓർഡറിലാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീരിയൽ നമ്പർ, ഓർഗാനിസം, നെയിം ഓഫ് ഓർഗാനിസം, ക്രോമസോം നമ്പർ 2n ഡിപ്ലോയ്ഡ് സ്റ്റേജിലാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒന്നാമത്തെ ഫ്രൂട്ട് ഫ്ലൈ ആണ്. ഫ്രൂട്ട് ഫ്ലൈ അഥവാ ഡ്രോസോഫില്ല, ആ പേര് നിങ്ങൾ ഓർമ്മിക്കണം, ജെനറ്റിക്സ് ഇനി ആവശ്യം വരും. ഫ്രൂട്ട് ഫ്ലൈ ഓർ ഡ്രോസോഫില്ല 2n നമ്പർ 8 ആണ്. ദെൻ ഹൗസ് ഫ്ലൈ 2n നമ്പർ 12 ആണ്. ഗാർഡൻ പീ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഗ്രിഗർ മെൻഡൽ കണ്ടെത്തി. അപ്പം 14 അവിടുത്തെ ഡിപ്ലോയ്ഡ് നമ്പർ, അത് ഓർക്കാൻ എളുപ്പമുണ്ട്. മെയ്സ് അഥവാ ചോളം, കോൺപ്ലാന്റ് 20 ആണ് അവിടുത്തെ ഡിപ്ലോയ്ഡ് നമ്പർ. റൈസ് നമ്മുടെ നെല്ല് അല്ലെങ്കിൽ അരി 24 ആണ് നമ്പർ. ഓണിയൻ ആണെങ്കിൽ 32 ഈസ് എ ഡിപ്ലോയ്ഡ് നമ്പർ. ആപ്പിൾ ആണെങ്കിൽ 34. ക്യാറ്റ് ആണെങ്കിൽ 38 ആണ് നമ്പർ. റാറ്റ് ആണെങ്കിൽ 42 ആണ് ക്രോമസോം നമ്പർ. ഇനി അതിന് ശേഷമാണ് ഹ്യൂമൻ വരുന്നത്. ഹ്യൂമൻ നിങ്ങൾക്കറിയാം 42 കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്ങിൽ 46 ആണ് ഡിപ്ലോയ്ഡ് നമ്പർ. ഇനി നമ്മളെക്കാൾ ക്രോമസോം നമ്പർ കൂടിയ 3 ഓർഗാനിസം കൂടെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് പൊട്ടറ്റോ പ്ലാന്റ് 2n നമ്പർ, 2x നമ്പർ 48 ആണ്. ഡോഗ്, വളർത്തുമൃഗമായ ഡോഗ് എന്ന് പറയുന്നത് 78 ആണ് എൻ്റെ ഡിപ്ലോയ്ഡ് നമ്പർ. ഇനി ബട്ടർഫ്ലൈ, ഈ ടേബിൾ ഏറ്റവും കൂടുതൽ ക്രോമസോം നമ്പർ ആണ് ബട്ടർഫ്ലൈ. ചെറിയ ബട്ടർഫ്ലൈയുടെ ഒരു സെല്ലിനകത്ത് പൊട്ടുകൾ പോലുള്ള 380 ക്രോമസോംസ് കാണാം. 380. ഇനി ഈ ഡിപ്ലോയ്ഡ് ഓർഗാനിസം എല്ലാം ഗ്യാമേറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു പേറ ക്രോമസോം ഉണ്ടെങ്കിൽ അവ ഓരോന്നും ഓരോ ഗ്യാമേറ്റിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈയിൽ 8 ക്രോമസോം ഉണ്ടെങ്കിൽ അവ 4 സെഗ്രിഗേറ്റ് ചെയ്യും. ഒരു ഗ്യാമേറ്റിൽ 4 മാത്രമേ കാണുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ പറയാം. ഇവിടെ 6 ആയിരിക്കും, 7 ആയിരിക്കും, 10 ആയിരിക്കും, 12 ആയിരിക്കും, ഇവിടെ 16 ആയിരിക്കും, ഇവിടെ 17 ആയിരിക്കും, ഇവിടെ 18, 19 ആയിരിക്കും, ഇവിടെ 21, 24, 39, ഇവിടെ ആണെങ്കിൽ 190. അപ്പം ഇങ്ങനെ ഈ ഓരോ 2n നമ്പറിൻ്റെ ഹാഫ് നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ അവയിൽ കാണുന്ന ഗ്യാമേറ്റ് നമ്പർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സ്വന്തമായിട്ട് നിങ്ങൾ ചാർട്ട് വരച്ച് നോക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത് ഇവിടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു മാൻ, ഒരു വുമൺ. ഇതൊരു മാൻ ആണ്. ഇവിടെ ഒരു വുമൺ കാണിച്ചിരിക്കുന്നു. മാനും വുമണും കാണാം. മാൻ്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞു. 44 ഓട്ടോസോംസ്, 2 ആലോസോംസ്, XX. അപ്പോൾ ഇത് മാൻ അല്ല. ഒന്നാമത് കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് വുമൺ ആണ്. ഈ രണ്ടാമത്താണ് മാൻ. ഈ വുമണിലാണെങ്കിൽ 44 ഓട്ടോസോംസും XX 2 സെക്സ് ക്രോമസോംസും. മാനിലാണെങ്കിൽ 44 ഓട്ടോസോംസും XY. അപ്പം ഒരു ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ്ങിൽ 2 സ്ഥലത്തും ഓട്ടോസോംസിന്റെ നമ്പർ സെയിം ആണ്, 44 ആണ്. അപ്പൊ ഈ 2 ഇൻഡിവിജ്വലിനെയും ജെൻഡറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് സെക്സ് ക്രോമസോമുകളാണ്, XXXY. അപ്പൊ ഹ്യൂമൻ ബീങ്ങിലെ സെക്സ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഡിറ്റർമിനേഷൻ നടത്തുന്നത് സെക്സ് ക്രോമസോമുകളായ എക്സും ഒയുമാണ്. അപ്പോൾ ഓട്ടോസോമുകൾക്ക് പുറമെ XX വരികയാണെങ്കിൽ അത് ഫീമെയിലായി, XY വരികയാണെങ്കിൽ അത് മെയിലായി മാറും. അപ്പോൾ XXXY മെക്കാനിസമാണ് ഹ്യൂമൻ ബീങ്ങിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ പറയാം. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ 44 പ്ലസ് XX ആയിരിക്കും. മെയിലാണെങ്കിൽ 44 പ്ലസ് XY ആയിരിക്കും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 46 ആയിരിക്കും അല്ലെങ്കിൽ 23 പെയർസ് ആയിരിക്കും. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് സെയിം ആണ് 2 സ്ഥലത്തും, 44 ആണ്. നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോംസ്, അപ്പോൾ ഇവിടെ 2 സെക്സ് ക്രോമസോം ആണ്, രണ്ടും ഒരേ ടൈപ്പ് ആയിരിക്കും, X ആയിരിക്കും. ഇവിടെ നമ്പർ ഓഫ് സെക്സ് ക്രോമസോംസ് 2 തന്നെയാണ്, ഒന്ന് X ആയിരിക്കും, ഒന്ന് Y ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ആ എക്സസൈസായി കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സം വേരിയന്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഹ്യൂമൻ ബീങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോസോമിന് പുറമെ XX ഓട്ടോസോമിന്റെ XYയും കാണുന്ന കോമ്പിനേഷനേക്കാൾ വേറെ ചില വേരിയന്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കാണാം. അതിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഒന്നാമത്തത്
സീരിയൽ നമ്പർ, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജെൻഡർ, അബ്നോർമാലിറ്റി. ഒന്നാമത്തേൽ 44 പ്ലസ് XO അല്ലെങ്കിൽ X0. അപ്പോൾ ഇവിടെ 44 പ്ലസ് XX വരുന്നതിന് പകരം 44 പ്ലസ് XO ആണ്. അപ്പോൾ ഇവിടെ ക്രോമസോമുകളുടെ എണ്ണം നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ 45 എന്ന് പറയേണ്ടി വരും. 45. കാരണം 44 ഓട്ടോസോംസ് പ്ലസ് 1 സെക്സ് ക്രോമസോം. അപ്പോൾ 45 ക്രോമസോംസ് ആ ഇൻഡിവിജ്വലിൽ കാണുകയുള്ളൂ. ആ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ X ക്രോമസോം കാണുന്നുണ്ട്, അത് ഫീമെയിൽ ആയിരിക്കും. ഈ കണ്ടീഷൻ നമ്മൾ പറഞ്ഞ പേര് ടർണർ സിൻഡ്രോം എന്നാണ് പറയുക. ടർണർ സിൻഡ്രോം ക്ലിയറായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, എക്സാമിന് ചോദിക്കും. ഇനി അടുത്തൊരു അബ്നോർമാലിറ്റി നോക്കൂ. 44 ഓട്ടോസോംസിന് പുറമെ 2 Xന് പുറമെ ഒരു X അധികം കാണാം. 3 X ക്രോമസോംസ് അല്ലെങ്കിൽ 3 സെക്സ് ക്രോമസോമാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 44 പ്ലസ് 3 47 ആയി. ഹ്യൂമൻ ബീങ്ങിന് നമുക്കറിയാം 46 ആണ്. ഇവിടെ 45 വന്നു, ഇവിടെ 47 വന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു അബ്നോർമാലിറ്റിയാണ്. ഒരു ക്രോമസോം അധികം വന്നു പറഞ്ഞാൽ ഒരു സെക്സ് ക്രോമസോം തന്നെ അധികം വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ പറയുന്നത് ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്നാണ്. ട്രിപ്പിൾ എക്സ് സിൻഡ്രോം. അപ്പോൾ ഇവിടെ Y ക്രോമസോം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഇൻഡിവിജ്വൽ ഫീമെയിൽ ആയിരിക്കും. ഇനി 44 പ്ലസ് XXY, ഇവിടെ നമുക്ക് 47 ക്രോമസോംസ് കാണാം. അപ്പോൾ ഓട്ടോസോമിന് പുറമെ 2 Xും ഒരു Yയുമാണ്. അപ്പോൾ Y ക്രോമസോം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ജെൻഡർ നമുക്ക് മെയിലാണെന്ന് പറയാം. ഈ കണ്ടീഷനെ 44 പ്ലസ് XXY ആണ് നമ്മളതിനെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്നാണ് ആ അബ്നോർമാലിറ്റി വിളിക്കുന്നത്. ഇനി നാലാമത്തെ കേസിലാണെങ്കിൽ 44 ഓട്ടോസോംസ് പ്ലസ് XYY, X ക്രോമസോമിന് പുറമെ 2 Y ക്രോമസോം. അപ്പോൾ Y ക്രോമസോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും മെയിലാണെന്ന് പറയും. അപ്പോൾ ഈ ഇൻഡിവിജ്വലും ജെൻഡർ മെയിലായിരിക്കും. പക്ഷേ ഇത് നമ്മൾ വിളിക്കുന്നത് XYY സിൻഡ്രോം എന്നാണ് ഈ സിൻഡ്രോമിനെ വിളിക്കുക. XYY സിൻഡ്രോം. അപ്പോൾ ഓരോന്നിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനും ഓരോ അബ്നോർമാലിറ്റിയും ഓരോന്നിനും ജെൻഡർ നോക്കുക. അപ്പോൾ ഇവിടെയും ഒരു ആദ്യം മാത്രം ടർണർ സിൻഡ്രോമിൽ മാത്രം 45 ക്രോമസോം ആയിരിക്കും. ബാക്കി എല്ലാത്തിലും 47 ക്രോമസോം ആയിരിക്കും. 2n+1 ആയിരിക്കും. ഇവിടെ എല്ലാം 2n+1 ആയിരിക്കും. ഇവിടെ 2n-1 ആയിരിക്കും. ഇനി ഇപ്പൊ ഇങ്ങനെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഈ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴത്തേക്ക് ജെൻഡർ ഡിറ്റർമിനേഷൻ മേ ബിക്കം കോംപ്ലക്സ്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ഇപ്പം ഇങ്ങനെ അബ്നോർമൽ ജീനോടൈപ്പ് അല്ലെങ്കിൽ അബ്നോർമൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴത്തേക്ക് ആ ഇൻഡിവിജ്വൽ കറക്റ്റായിട്ട് മെയിലോ ഫീമെയിലോ ആയി മാറില്ല. കുറേ അബ്നോർമാലിറ്റീസ് വരും. ഉദാഹരണത്തിന് ടർണർ സിൻഡ്രോമിന്റെ പ്രത്യേകത ഫീമെയിൽ സെക്സ് ഓർഗൻസ് അറ്റ് ദ ബിഗിനിങ്. അപ്പോൾ അത് ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. പക്ഷേ ബട്ട് ഡു നോട്ട് ഡെവലപ്പ് ഫീമെയിൽ സെക്ച്വൽ ക്യാരക്ടേഴ്സ് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അത് റീപ്രൊഡക്റ്റീവ്ലി ഇനർട്ടായിരിക്കും, അവർക്ക് സെക്ച്വൽ റിപ്രൊഡക്ഷൻ നടത്താൻ കഴിയില്ല. ഇനി ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് മെയിലാണ്, ഇൻഡിവിജ്വൽ മെയിലാണെന്ന് അറിയാം. പക്ഷെ അത് എക്സിബിറ്റ് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ്. മെയിലായിട്ട് പോലും അവ നോക്കൂ 2 X ക്രോമസോം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവ ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സും എക്സ്പ്രസ് ചെയ്യും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ക്രോമസോമിലാണ് ജീനുകൾ ഇരിക്കുന്നത്. ആ ക്രോമസോമിലിരിക്കുന്ന ജീനുകൾ ഹ്യൂമൻ ബീയിങ്ങിന്റെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ സെക്സ് ക്രോമസോമിൽ കാണുന്നു. അതുപോലെ ഓട്ടോസോമുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സൊമാറ്റിക് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ജീനുകൾ, ക്രോമസോമിലിരിക്കുന്ന ജീനുകൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ക്യാരക്ടർ തന്നെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ ശക്തരാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇനി നമ്മൾ അടുത്തൊരു കൺസെപ്റ്റ് പറഞ്ഞാൽ ജീൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതൊരു കൺക്ലൂഷനാണ്, ഈ ക്ലാസ്സിൻ്റെ കൺക്ലൂഷനാണ്. ജീനിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നോക്കൂ, എവിടെയാണ് ആദ്യം നമ്മൾ സെല്ലിൽ നിന്ന് തുടങ്ങും. ചിലപ്പോൾ ചില ഓർഗാനിസംസ് യൂണിസെല്ലാർ ആയിരിക്കും, അല്ല നമ്മളെപ്പോഴുള്ള മൾട്ടിസെല്ലാർ ഓർഗാനിസത്തിന് ഓരോ ഫംഗ്ഷനിന് വേണ്ടി സെല്ലായിരിക്കും. അപ്പോൾ സെല്ലെടുത്തു കഴിഞ്ഞാൽ സെല്ലിനകത്ത് ന്യൂക്ലിയസ് കാണാം. ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയർ നമുക്കറിയാം, ഇതിനകത്ത് പറഞ്ഞു 5 ന്യൂക്ലിയർ മെറ്റീരിയൽ കാണാം. ആ ന്യൂക്ലിയർ മെറ്റീരിയലിൽ കണ്ടൻസ് ചെയ്ത് സെൽ ഡിവിഷൻ സമയത്ത് ക്രോമോസോമായിട്ട് മാറാം. ആ ക്രോമോസോം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ ആ ക്രോമോസോമിനുള്ളിൽ നമുക്ക് DNA എന്ന് പറയുന്ന ഒരു ജനറ്റിക് മെറ്റീരിയൽ കാണാം. അപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റിൽ പറയുന്നത് ജീൻസ് പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻസ് ആസ് ടു ഹൗ അവർ ബോഡി ഷുഡ് ഫങ്ഷൻ. നമ്മുടെ ബോഡി എങ്ങനെ ഫങ്ഷൻ ചെയ്യണം എന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ജീനുകളാണെന്ന് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അത് ശരിയാണെന്ന് നമുക്ക് നേരത്തെ ഉള്ള വേരിയന്റ് അബ്നോർമൽ കണ്ടീഷൻസിൽ കൂടെ നമുക്ക് മനസ്സിലായി. ഇനി വേർ ആർ ദീസ് ജീൻസ് ഫൗണ്ട്? ജീനുകൾ എവിടെയാണ് കാണുന്നത്? ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് ഈ ഡയഗ്രത്തിൽ നിന്ന് പറയാം, അൾട്ടിമേറ്റ് ആയിട്ട് ജീൻസ് ഇരിക്കുന്നത് ജനറ്റിക് മെറ്റീരിയലായ DNA-യിലാണെന്ന് പറയാം. അപ്പോൾ ആ DNA-യിൽ എവിടെയാണ് ജീൻ ഇരിക്കുന്നത്, എങ്ങനെയാണ് ജീനുകൾ ഇരിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ തുടർന്ന ക്ലാസ്സിൽ DNA സ്ട്രക്ചർ പഠിക്കും. ക്രോമസോമിൻ്റെ സ്ട്രക്ചറിൽ എങ്ങനെയാണ് DNA പാക്ക് ചെയ്തിരിക്കുന്നത് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിലെ കൺസെപ്റ്റുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.